പക്കാ സിനിമ പ്രേമിയാണ്. സജീവ് പറഞ്ഞു, ചേട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരുപാട് സീരിയൽ ചെയ്യുന്നു, നമുക്കൊരു സിനിമ ചെയ്യണ്ടേ, ഈ സീരിയൽ കഴിഞ്ഞ് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. അവസാന പേജിൽ അങ്ങനെ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു 16 കോളത്തിൽ ബോബനും മോളിയും എന്ന് പറയുന്ന ഒരു 2 കൊച്ചു പിള്ളേർ മാതൃഭൂമി പേപ്പർ വന്നു മറിച്ച് ആ കോളം രാഷ്ട്രീയ ക്വിസ് എന്നായിരുന്നു എൻ്റെ തലക്കെട്ട്. ഞാൻ ആദ്യം വായിച്ച് ഞാനൊരു ഫാനായി തുടങ്ങിയത് കോട്ടയം പുഷ്പനാഥ് എന്ന് പറഞ്ഞു. അതൊരു വല്ലാതെ സ്വാധീനിച്ചൊരു പുസ്തകമായിരുന്നു. എന്നെ ആദ്യമായിട്ട് സ്വാധീനിച്ച ഗ്രേപ്സ് ഓഫ് റാത്ത്. ചെമ്പൻ ചാക്കോ സാർ, വേണുകൃഷ്ണൻകുട്ടി സാറ്, സുകുമാർ സാർ, പിന്നെ സനൽകുമാർ സാർ, കൂടെ ജൂനിയറായിട്ടുള്ള ഞാനും നർമ്മകൈരളി എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് സംഘടന സ്ഥാപിച്ചു. സിമ്പിളായിട്ട് ജീവിച്ച് സിമ്പിളായി മടങ്ങിപ്പോയ ആളാണ് സുകുമാർ സാർ. സാറിൻ്റെ ആ ജീവിതം ചെറുതായിട്ട് എനിക്ക് അത് പിന്തുടർന്ന് കൊള്ളാമെന്ന് എന്നെ തോന്നിപ്പിച്ചൊരു ജീവിതം. പഴയകാല സിനിമയും ഇന്നത്തെ സിനിമയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാറ് ഈ 2 കാലഘട്ടത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങളെ സാർ എങ്ങനെയാണ് കാണുന്നത്? മാറ്റം സിനിമയിൽ മാത്രമല്ല, മാറ്റം മൊത്തം മാറിക്കൊണ്ടിരിക്കും. പണ്ട് അന്നത്തെ സിനിമകൾ കാണും. അന്നത്തെ ഉദാഹരണമായിട്ട് നമ്മുടെ ഫാഷൻ എടുക്കാം. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബെൽ ബോട്ടം എന്ന് പറയുന്നത് ഒടുക്കത്തെ ഫാഷനായിരുന്നു. അന്ന് ചിന്തിച്ചിട്ടുണ്ട്, ബെൽ ബോട്ടം ഇല്ലാത്തവർ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല, ആയുഷ്കാലം നീണ്ടു നിൽക്കുന്ന ഇതായിരിക്കും ബെൽ ബോട്ടം എന്ന് വിചാരിച്ചു. ആ ട്രെൻഡ് പോയി. ഇന്ന് ബെൽബോട്ടം ഇട്ടിരുന്നാൽ അത് തമാശയായി. അപ്പം ഞാൻ പറഞ്ഞത് എല്ലാ ഫുഡിൻ്റെ കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യത്തിലായാലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ത് മാറ്റം ഉണ്ടായാലും വികാരം ഒന്നാണ്. അത് നമ്മളെ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. പറയുന്ന വികാരങ്ങൾ, അത് നർമ്മമാകട്ടെ, ത്രില്ലാകട്ടെ, മനസ്സിന് തൊടുന്ന ചെറിയ കണ്ണീർ കഥയാകട്ടെ, അതെല്ലാം ആ വികാരങ്ങൾക്ക് മാറ്റമില്ല. അത് മൂടിക്കൊണ്ടിരിക്കുന്ന രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കും. അത് പണ്ട് ഭൂമി ഉണ്ടായ കാലം മുതൽ, പണ്ട് നമ്മുടെ പാറയിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് താളിയോല എഴുത്തു തുടങ്ങി. അന്ന് താളിയോലയിൽ പാറയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നവർ പറയും, കൊള്ളാം, ഇതെന്ത് വൃത്തികെട്ട മാറ്റം, പാറയിൽ എഴുതുന്നതാണ് കേമം എന്ന് പറയും. താളിയോല വന്നു, പേപ്പർ വന്നു, അതിൻ്റെ ഡിജിറ്റലായി. ഈ മാറ്റങ്ങൾ എല്ലാത്തിനെയും സ്വാധീനിക്കുമ്പോൾ സിനിമയിലും തീർച്ചയായിട്ടും എങ്ങനെയാണെന്ന് പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഏത് തരത്തിലാണ് പ്രേക്ഷകൻ സ്വീകരിക്കേണ്ടത് എന്നുള്ള മാറ്റങ്ങളുണ്ടായി. ഇത് നാളെ അടുത്ത് വീണ്ടും മാറും. 20 വർഷം കഴിയുമ്പോൾ മാറും. അന്ന് ചിലപ്പോൾ ഇന്നുള്ളതിനെ ചിലപ്പോൾ കളിയാക്കും. മാറിക്കൊണ്ടിരിക്കും. നമ്മൾ മാറ്റത്തിനൊപ്പം ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നേ പറ്റുള്ളൂ. അത് നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നില്ല. അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ് ആയിപ്പോവും. അല്ലെങ്കിൽ ശരി ഇനി അങ്ങ് മാറിക്കളയാമെന്ന് പറഞ്ഞ് മാറി തുടങ്ങുന്നതല്ലോ. കാരണം നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്നതാണ്. നമ്മുടെ ചിന്തകൾ പുതിയവരിലേക്ക് വരിക, പുതിയ കാര്യങ്ങൾ അറിയുക, പുതിയ തെറ്റും ശരിയും മനസ്സിലാക്കുക. എല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല, എല്ലാം തെറ്റുമല്ല. എത്രയോ പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങൾ പുതിയ തലമുറയിലുണ്ട്, പുതിയ സിനിമയിലുണ്ട്, ഒക്കെ തന്നെ ഉണ്ട്. നമ്മൾ അത് സ്വീകരിക്കുക, അത് കണ്ണു തുറന്ന് കാണുക, അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മാറുകയാണെന്നൊന്നും തോന്നുന്നില്ല. മാറ്റത്തിനൊപ്പം മാറ്റം. കാരണം നമ്മുടെ ഇത് പണ്ടേ ഇങ്ങനെ ജീവിച്ചു വരുന്നു, അതിനോടൊപ്പം അങ്ങ് നടന്നു പോകുന്നു എന്നുള്ള ഒരു തോന്നലാണ്. ഞാനും ഇപ്പോൾ മാറ്റങ്ങൾ വളരെ കൗതുകത്തോടു കൂടി നോക്കുന്ന ആളാണ്, അത് അറിയുന്ന ആളാണ്. സോഷ്യൽ മീഡിയയൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുകയും വാച്ച് ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. പണ്ട് പോലെയല്ല, ഇപ്പോൾ സഹായിക്കാൻ തയ്യാറായിട്ടുള്ള ചെറുപ്പക്കാർ, ഒരാൾക്കൊരാവശ്യം വന്നാൽ ചടിയിറങ്ങുന്ന ഒരുപാട് പേരുണ്ട്. സോഷ്യൽ മീഡിയയുടെയൊക്കെ മാറ്റങ്ങൾ നമ്മളിപ്പോൾ തന്നെ കണ്ടുകഴിഞ്ഞു. രാജ്യങ്ങളുടെ ഭരണാധികാരികളെ മാറ്റാൻ വരെ സോഷ്യൽ മീഡിയയിലെ ഒരു മുദ്രാവാക്യത്തിൽ നിന്നാണ് ചില രാജ്യങ്ങളിലെ ഇത് തുടക്കം വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്തരം മാറ്റങ്ങൾ നമ്മൾ കാണുകയും അത് നമ്മൾ മുതലാക്കുകയും വേണം. മുതലാക്കുക എന്ന് വെച്ചാൽ അതിലെ പലപ്പോഴും കാണുന്നുണ്ട് നല്ല പ്രായമായ ചില ഫാമിലി, വല്യമ്മ, അവരുടെ ഭർത്താവ്, മക്കളെല്ലാം കൂടെ ചേർന്ന് റീൽസ് ഉണ്ടാക്കുന്നു. വലിയ ക്ലിക്കാണ്. ഇതില്ലാത്ത സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു കാലത്താണെങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ ഇത് വരാൻ പറ്റില്ല. ഇഷ്ടംപോലെ പേർ കാണുന്നുണ്ട്, ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട്, ഇഷ്ടംപോലെ കാശുണ്ടാകുന്നുണ്ട്. അവരുടെ ഉള്ളിലുള്ള കല അവർക്ക് ലോകത്തെ കാണിക്കാനുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു മാധ്യമം അവരുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ നമ്മൾ കണ്ട് കൈയടിച്ച്, അല്ലെങ്കിൽ അതിലെ ഗുണമുള്ള കാര്യങ്ങൾ അംഗീകരിക്കുകയും അത് പറ്റുമെങ്കിൽ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മാറ്റത്തിൽ ബുദ്ധിമുട്ടേണ്ടി വരില്ല. അത് പഴയതും പുതിയതുമാണെന്നുള്ള ചിന്തയൊന്നും വരില്ല. സുഖമായിട്ട് രസമായിട്ട് ഇത് കണ്ടുപോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, ഈ എഴുതിയ ചലച്ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി എഴുതിയ തിരക്കഥ ഏതായിരിക്കും? അങ്ങനെ ശരാശരി ഫാമിലി പടങ്ങളാണ് എഴുതിയിട്ടുള്ളത് കൂടുതലും. 4 ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. അത് അന്ന് തിയേറ്ററിൽ വലിയ സാമ്പത്തിക വിജയമായില്ല. പക്ഷേ ഇന്ന് അത് കാണുന്നവർ, യൂട്യൂബിലേക്ക് കാണുന്നവർ നല്ല അത്യാവശ്യം കമലഹാസനുണ്ട് പടം. അത് ഇത്തിരി സ്ട്രെയിൻ ചെയ്ത് എഴുതിയതാണ്. അത് ഞാൻ വല്ലാതെ വിജയിക്കും എന്ന് ചിലത് ഒരു പ്രതീക്ഷ വരുമല്ലോ. നമ്മൾ എത്രയൊക്കെ പ്രതീക്ഷിച്ചാലും വെള്ളിയാഴ്ച തിയേറ്ററിലെ ആദ്യ ഷോയാണ്. ഒരു സിനിമയുടെ ഉദാഹരണമായിട്ട് ഹാപ്പി ഹസ്ബൻഡ്സ് എന്ന് പറയുന്ന സിനിമയുടെ പ്രിവ്യൂ മദ്രാസിൽ അടക്കുമ്പോൾ
ഞാൻ ഇൻ്റർവെല്ലിൽ പേടിച്ച് പുറത്തിറങ്ങി വന്നു. ഞാൻ വിചാരിച്ചത് പരാജയപ്പെട്ടു പോകും, അതിലെന്തോ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുമോ, ജയറാമിൻ്റെ ഭാര്യ ആരാണ്, മൊത്തം ഇതായി പോകുമോ എന്ന് പേടിച്ച് വരികയും അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ സജി സുരേന്ദ്രനോട് ഞാൻ ഉത്കണ്ഠ പറയുകയും സജി പറഞ്ഞില്ല കേട്ടോ അത് കുഴപ്പമില്ല, അത് ജയിക്കുമെന്ന് പറഞ്ഞത് വലിയ വിജയമാവുകയും ചെയ്തു. നേരെ പിടിച്ച് ഈ പടം ഞാൻ വലിയ വിജയമാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതൊരു പരാജയം, സാമ്പത്തികമായിട്ട് അന്ന് അത്ര വിജയിച്ചില്ല. പക്ഷേ ഇന്ന് തന്നെ നല്ല എഴുതാൻ ബുദ്ധിമുട്ടിയ ഒരു സ്ക്രിപ്റ്റാണ്. സർ, പിന്നെ പുതിയ വരുന്ന പ്രോജക്റ്റുകളെ കുറിച്ച് ഏതൊക്കെയാണ് പുതിയതായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ? ഞാനിപ്പോൾ ഒരെണ്ണം ഒന്ന് കഴിഞ്ഞു. കൃഷ്ണനുണ്ണി എന്ന് പറഞ്ഞ സംവിധായകൻ ചെയ്യുന്ന പുതിയ താരങ്ങളെ വെച്ചിട്ടാണ്. അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഷൂട്ട് കഴിഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ വൈകാതെ അനൗൺസ്മെൻറ്റ് ഉൾപ്പെടെ ടൈറ്റിൽ ഉൾപ്പെടെയുള്ള അനൗൺസ്മെൻറ്റ് വൈകാതെ തന്നെ ഉണ്ടാകും. പിന്നെ മറ്റൊരു പടം ഞാനും കിരൺ എന്ന് പറയുന്ന റൈറ്ററും കൂടെ ചേർന്ന് സംയുക്തമായിട്ട് എഴുതുന്നൊരു തിരക്കഥ, അതിൻ്റെ ഇത് കഴിഞ്ഞു. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. സർ, ഒരു തിരക്കഥ എഴുതുമ്പോൾ അതിൽ കൂടെ കോവർക്കേഴ്സായിട്ടുള്ള സംവിധായകനോ അല്ലെങ്കിൽ ക്യാമറാമാനോ ഒക്കെ സംഭാവനകൾ നൽകാറുണ്ട്. അത് എത്രത്തോളം ആ തിരക്കഥയെ സഹായിച്ചിട്ടുണ്ടാവും? അല്ല, ഇപ്പോൾ തിരക്കഥ എഴുതുമ്പോൾ മിക്കവാറും ആദ്യം പല പല ഘട്ടത്തിലുള്ള ചർച്ചകളിൽ കൂടെ ആയിരിക്കും സ്വാഭാവികമായിട്ടും അത് തിരക്കഥ പൂർത്തിയാകുന്നത്. ആദ്യം അതിൻ്റെ ഒരു ആശയം വെച്ചിട്ട് സംവിധായകനുമായിട്ട് ഇതാകും. പിന്നീട് അതിൻ്റെ എഴുത്തിൽ ഇപ്പം ഞാൻ എഴുതുന്ന തിരക്കഥകളിൽ ഒരുപാട് പേര് സംഭാവന ചെയ്തിട്ടുണ്ട്. സംവിധായകൻ ആയിരിക്കും പ്രധാനമായിട്ടും. അതൊരു ടീം ചർച്ചയൊക്കെ ആയിരിക്കും. നമുക്ക് അങ്ങനെ വന്നാൽ കൊള്ളാം, ഇങ്ങനെ വന്നാൽ കൊള്ളാം. ഉദാഹരണമായിട്ട് എനിക്കിപ്പോഴും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഹാപ്പി ഹസ്ബൻഡ്സിലെ അതിലൊരു രംഗമുണ്ട്. സുരാജ് വെഞ്ഞാറമൂടിനെ ഈ 3 പേരും ജയറാമും മറ്റും കൂടെ തല്ലി ആശുപത്രിയിലാകുന്ന ഒരു രംഗമുണ്ട്. അന്നൊരു നേഴ്സ് ചോദിക്കുകയാണ്, സാറേ എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ സുരാജ് പറയുന്നു, സിസ്റ്ററെ ഞാൻ ഈ ഭർത്താക്കന്മാർക്ക് അവർക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തതാണ് എന്നാണ് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ മഹാദേവൻ തമ്പി ഉണ്ടായിരുന്നു. മഹാദേവൻ തമ്പി പറഞ്ഞു, ചേട്ടാ അതിൻ്റെ കൂടെ അന്ന് നമ്മുടെ ഐഡിയ കണക്ഷൻ ഇതറിയാമല്ലോ, ഫോൺ, അതിനൊരു ക്യാച്ച് വേർഡ് ഉണ്ടായിരുന്നു, അതിനൊരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു, ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്, അതും കൂടെ ചേർത്താൽ രസമായിരിക്കും എന്ന് പറഞ്ഞു. അതങ്ങനെ ചേർത്തു. അത് തിയേറ്ററിൽ വലിയ ചിരിയായിരുന്നു. ഞാൻ അവർക്കൊരു ഐഡിയ പറഞ്ഞു കൊടുത്ത്, സിസ്റ്ററിന് അറിയാമോ ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്, അത് വലിയ ചിരിയായിരുന്നു. പ്രേക്ഷകർ വിചാരിച്ചിട്ടുള്ളത് അത് എൻ്റെ സെൻറ്റൻസ് ഇതാണ്, എൻ്റെ ഡയലോഗ് എന്നാണ്. വാസ്തവത്തിൽ അത് കണ്ടു നിന്ന നമ്മുടെ മഹാദേവൻ തമ്പിയുടെ ഡയലോഗാണ്. അപ്പോഴേ എനിക്ക് തോന്നുന്നു സിനിമാ തിരക്കഥയിൽ സാന്ദർഭികമായിട്ടും ക്യാരക്ടർ പോകാതെയും പല സംഭാവനകളും, ഇപ്പോൾ ഷൂട്ട് നടക്കുന്നതിനിടയിൽ തന്നെ ചില താരങ്ങൾ അത് ഇട്ടാൽ നന്നായിരിക്കും എന്ന് പറയും. വാസ്തവത്തിൽ അത് കൃത്യവുമായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ നമ്മുടെ തിരക്കഥയിൽ സംഭാഷണത്തിൽ ഇല്ലാത്തത് താരങ്ങൾ കയ്യിൽ നിന്ന് ഇടാറുണ്ട്. കയ്യിൽ നിന്ന് അതിന് യോജിച്ച സമയത്ത് അതിന് കൃത്യമാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു വീട് വയ്ക്കുമ്പം തന്നെ വീട് വെച്ച് കഴിയുമ്പം കാണാൻ വരുന്നവരായിരിക്കും പറയുന്നത്, അയ്യോ ആ വാതിൽ ഇവിടെ വന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ആ ജനാല ഇവിടെ. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്നുള്ളത്. അത് മറ്റൊരാൾ കാണുമ്പോൾ ഇവിടെ ഇങ്ങനെ വന്നാൽ കൊള്ളാമല്ലോ എന്നൊരു ചൂണ്ടിക്കാണിക്കൽ വരാറുണ്ട് ചിലപ്പോഴൊക്കെ. അത് ചേർക്കാറുമുണ്ട്, എല്ലായ്പ്പോഴും അല്ല. അത് നമ്മുടെ ക്യാരക്ടറിനെ ബാധിക്കരുത്, അത് ഇതിന് കൃത്യമാണെന്ന് തോന്നൽ വേണം. അങ്ങനെ വരുമ്പം അത് ഉപയോഗിക്കാറുണ്ട്, അത് വിജയിക്കാറുണ്ട്. സാർ, ഏറ്റവും കൂടുതൽ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള നടൻ ജയസൂര്യയാണ്. ഈ ജയസൂര്യയുമായിട്ടുള്ള സൗഹൃദത്തിനെ കുറിച്ച് പ്രേക്ഷകർക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടോ? നല്ല സൗഹൃദമാണ്. ജയസൂര്യ വളരെ ഡെഡിക്കേറ്റഡായിട്ട്, ഞാൻ ആദ്യത്തെ കാലപ്പടങ്ങളെല്ലാം ജയസൂര്യത്തായിരുന്നു ജനപ്രിയൻ. ഹസ്ബൻഡ്സിന് ഗോവയിലുണ്ടായിരുന്നു. ഇവർ വിവാഹിതരായാൽ ഒക്കെ ഈ നമ്മുടെ 4 ഫ്രണ്ട്സ് അതിലൊക്കെ ഉണ്ടായിരുന്നു. വളരെ കോഡിയലായിരുന്നു. സ്ക്രിപ്റ്റിലൊക്കെ വളരെ കൃത്യമായിട്ട് അത് കൂടെ ഇരിക്കുകയും കൂടെ ക്യാരക്ടറിനെ കുറിച്ച് അറിയുകയും ഒക്കെ ചെയ്ത് അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന ആളാണ് ജയസൂര്യ. നല്ല സൗഹൃദമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.